ഈ വീഡിയോയിൽ ഹെഡിങ്ങിൽ എഴുതിയത് കറക്റ്റല്ലേ? കുട്ടിക്കാലം മനോഹരമാക്കിയ എല്ലാവരും നമ്മളെ വിട്ട് പോയി എന്ന് പറഞ്ഞത്. ചെറുപ്പത്തിൽ ടി വി കാണുമ്പോൾ എല്ലാം ഇവരെയെല്ലാം കണ്ട് ഒരുപാട് ചിരിക്കുകയും ഒരുപാട് ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മളെല്ലാവരും. ഒരു 90s കിഡ്സ് എല്ലാം ഈ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഈ ആർട്ടിസ്റ്റുകളെ കാണാത്തൊരു സിനിമയും ആ കാലത്ത് ഉണ്ടായിട്ടുണ്ടാവില്ല. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ശ്രീനിവാസൻ സാർ. അദ്ദേഹത്തിൻ്റെ സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത സിനിമകളാണ്. പക്ഷേ ഇന്ന് റിലീസാക്കിയാലും സിനിമ ഓടും. അത്രയ്ക്ക് ഒരു ദീർഘവീക്ഷണമുള്ള ഒരു റൈറ്ററാണ്. ഇപ്പം നിങ്ങളിപ്പോൾ ഈ പൊളിറ്റിക്സ് ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് സന്ദേശത്തിലെ കുറേ സീനുകൾ നമ്മളിങ്ങനെ കാണുമല്ലോ സോഷ്യൽ മീഡിയയിലെല്ലാം. അതൊക്കെ അദ്ദേഹത്തിൻ്റെ കഴിവാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ആർട്ടിസ്റ്റുകൾ മരിച്ചിട്ടും സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നു ഇത്രയ്ക്ക് ഷോട്ടുകളും അല്ലെങ്കിൽ ഇത്രയ്ക്ക് റിയാക്ഷൻ വീഡിയോകളും വന്നിട്ടില്ല. എല്ലാവർക്കും ശ്രീനിവാസൻ എന്ന് പറയുന്ന ആൾ ഇഷ്ടമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകൾ അത്ര രസമാണ് കാണാൻ. ഇന്നിപ്പോൾ കുറേ ആൾക്കാർ സിനിമ സംവിധാനം ചെയ്തിട്ട് റിയലിസ്റ്റിക് ആക്ടിങ് അല്ലെങ്കിൽ റിയലിസ്റ്റിക് സിനിമ എന്ന് പറയുന്നില്ലേ, ആ 90 അല്ലെങ്കിൽ 80 കാലഘട്ടത്തിൽ റിയലിസ്റ്റിക് സിനിമകൾ സംവിധാനം ചെയ്ത് അതിൻ്റെ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ തലമുറയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ അനുശോചനം അർപ്പിച്ചെത്തുന്നത്. പറഞ്ഞാൽ ഈ കലാകാരന്മാർക്ക് മാത്രം കിട്ടുന്നൊരു പ്ലസ് പോയിൻ്റ് ഉണ്ട്. അവർ മരണപ്പെട്ട് കഴിഞ്ഞാലും അവരുടെ കഥാപാത്രങ്ങൾ നമ്മളുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. അത് എന്ത് കലാരൂപമായാലും നമുക്ക് അവരെ വീട്ടിലോ അല്ലെങ്കിൽ വീട്ടിലിരുന്നിട്ടായാലും എവിടെ നിന്നായാലും സോഷ്യൽ മീഡിയയിലായാലും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ശ്രീനേട്ടന് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടെങ്കിലും ഇനി എത്ര കാലം കഴിഞ്ഞാലും ഇനിയിപ്പോൾ നമ്മളല്ലാത്ത വേറൊരു തലമുറ വന്നാലും അദ്ദേഹം രചിച്ച സിനിമകളും അദ്ദേഹം എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റും ആ സീനുകളൊക്കെ പിന്നെയും അതിങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കും. അതാണ് എവർഗ്രീൻ സ്റ്റാർ എന്ന് പറയുന്നത്.